കുട്ടികളിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ അഥവാ ADHD എങ്ങനെ കണ്ടെത്താം? അറിയേണ്ട കാര്യങ്ങൾ. കൊച്ചി VPS ലേക്ക് ഷോർ ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ നവീൻ ആൻഡോ സംസാരിക്കും. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ക് ഷോർ. ADHD ഇപ്പോൾ പല മാതാപിതാക്കളും ചോദിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ കൊച്ച് ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്, അവൻ ഓടിച്ചാടി നടക്കുകയാണ്, പറഞ്ഞൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ അവർ 2-3 വയസ്സുള്ള കൊച്ചായിരിക്കും. നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു 2-3 വയസ്സുള്ള പിള്ളേർ സാധാരണ റെസ്റ്റ്ലെസ് ആയിരിക്കും. അവരെപ്പോഴും ഒരു ഇമ്പൾസീവ് ആയിരിക്കും. അവരെന്തെങ്കിലും അത് അങ്ങോട്ടേക്ക് ചാടി ഇങ്ങോട്ടേക്ക് ചാടി അത് നടക്കും. പക്ഷേ ഒരു 5 വയസ്സ് ഒക്കെ ആയിക്കഴിഞ്ഞിട്ടേ നമ്മൾ ADHD ഡയഗ്നോസിസ് ചെയ്യുള്ളൂ. 5 വയസ്സിന് മുമ്പ് ADHD ഡയഗ്നോസിസ് നമ്മൾ സാധാരണ ചെയ്യാറില്ല. കാരണം 5 വയസ്സാകുമ്പോഴേക്കും ഒരു 3 വയസ്സിലൊക്കെ എല്ലാവരും സ്കൂളിൽ അല്ലെങ്കിൽ LKG UKG അതിലെല്ലാം വന്ന് ഇരുന്ന് കഴിയുമ്പോൾ അവർക്ക് തന്നെ ഒന്ന് ഇരിക്കാനും ബാക്കിയുള്ള പിള്ളേരെല്ലാം കണ്ട് ഉള്ളൊരു ട്രെയിനിങ് കിട്ടും. എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ ചോദിക്കുന്ന ആൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു 20 മിനിറ്റ് ഒരു സ്ഥലത്ത് എങ്ങനെ ഇരിക്കുമോ? ആ 20 മിനിറ്റ് ആൾ ഇരിക്കുകയാണെങ്കിൽ അത് കുഴപ്പമില്ല. ADHD ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ക് ഷോർ.